നമസ്കാരം. ഞാൻ നുസ്രത്ത് ജഹാൻ. എൻ്റെ പൊന്നാര ആങ്ങളമാരോടാണ് എനിക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. കാരണം ഇന്നലത്തെ ഒരു ന്യൂസ് ഇങ്ങനെ ഫുൾ വൈറലായിരിക്കുകയാണ്. തലശ്ശേരിയിലെ റസിയ മദ്യപിച്ച് അടിയുണ്ടാക്കി പോലീസിനെ അടിച്ചു, പിടിച്ചവരെ ആക്രമിച്ചു പറയാൻ. അത് ഒരു പുരുഷന് ഒരാൺകുട്ടിക്ക് അത് ചെയ്യാമെങ്കിൽ അതൊരു പെണ്ണിനും ചെയ്യാം. അവിടെയാണ് നമ്മൾ റസിയ സ്കോർ ചെയ്തത്. അപ്പോൾ ഇഷ്ടം പോലെ കള്ളിഷാപ്പുകളും ബേവറേജസും ഉള്ള ഒരു കേരളത്തിൽ ആണിനെ പോലെ തന്നെ പെണ്ണിനും അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നും അവരാക്രമിച്ചാൽ തിരിച്ചാക്രമിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് റസിയ നല്ല പ്രൂവ് ചെയ്തു ആക്ച്വലി. അപ്പോൾ അതിനു വേണ്ടി ഒരാണാണ് അത് ചെയ്തെങ്കിൽ അവരെ വിളിക്കുന്ന ഭാഷകൾ അവൻ കള്ളുടിച്ച് അടിയുണ്ടാക്കിയെന്നേ പറയുള്ളൂ. പക്ഷെ അവരെ വിളിക്കുന്ന അശ്ലീല വാക്കുകൾ ഈ ആങ്ങളമാർ വളരെ മോശമാണ്. കാരണം പെണ്ണ് ആണിന് ഉള്ള പോലെ തന്നെ പെണ്ണിനും ഇതിനൊക്കെ അധികാരമുണ്ട്. ഇന്ത്യ പോലത്തെ അല്ലാത്ത രാജ്യത്ത്, വിദേശ രാജ്യങ്ങൾ സ്ത്രീയും പുരുഷനും ഒരുപോലെ ഒരേ ടേബിളിൽ ഇരുന്ന് ആവശ്യത്തിന് മദ്യവും ഒക്കെ കഴിക്കുന്ന ഡീസൻ്റ് ആണ്. അപ്പം നമ്മളെ നാട്ടിൽ ആണുങ്ങൾക്കില്ലാത്ത ഡീസൻസി എന്തിനാ പെണ്ണുങ്ങളെന്നാണ് റസിയ ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ അവരെ വിളിക്കണതിന് ഒരു പരിധി വേണം. സ്ത്രീനെ എന്തെങ്കിലും ചെയ്താൽ അതിന് വേറൊരു വശവും ആണ് ചെയ്തതിന് വേറൊരു വശവും കാണിക്കുന്ന ഈ സമൂഹത്തിനെയാണ് നമ്മൾ മാറ്റേണ്ടത്, ആൾക്കാരെക്കാളധികം. പിന്നെ വേറൊരു കാര്യം ഈ ആങ്ങളമാരോട് ചോദിക്കാനുള്ള അവരെ സ്വാതന്ത്ര്യം. പള്ളിയിൽ നിന്ന് പുറത്താക്കാനോ സമസ്തയൊന്നും ഇറങ്ങിയില്ലേ? സമസ്തൻ്റെ ഒരു വാക്കും കണ്ടിട്ടില്ലല്ലോ. അതുപോലെ ആങ്ങളമാർ മഹലിന് പുറത്താക്കണം, ഇസ്ലാമിനെതിരാണൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരാൾ നല്ലതാണോ ചീത്തയാണോ ചെയ്യണമല്ല, ആളിനെ വ്യക്തിപരമായിട്ട് കൊടുക്കുന്ന, രാഷ്ട്രീയപരമായിട്ട് അറ്റാക്ക് ചെയ്യണ ഒരു സമൂഹത്തിനെയാണ് നമ്മൾ ഇല്ലാണ്ടാക്കേണ്ടത്. എന്തായാലും സ്ത്രീത്വം കാത്ത് സൂക്ഷിച്ച് തന്നെ മുന്നോട്ട് പോണതാണ് എപ്പോഴും നല്ലതെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. പക്ഷേ ആങ്ങളമാർക്കുള്ള ഒരു മറുപടി നല്ല റസിയ കൊടുത്തു എന്നതൊരു സന്തോഷമായിട്ട് തന്നെ പോരുന്നു. താങ്ക് യു.